ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുറത്തിറങ്ങിയ തോയം ഡോക്യുമെന്ററി ഫിലിം ശ്രദ്ധേയമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ശുദ്ധജലക്ഷാമം രൂക്ഷമാകുന്ന ഈ കാലത്ത് ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഫിലിം ഇല നേച്ചർ ഫൗണ്ടേഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. ഷോർട്ട് ഫിലിം സംവിധാനവും ക്യാമറയും നിർവഹിച്ചിരിക്കുന്നത് ഇരട്ടയാർ സ്വദേശിയായ സജിദാസ് മോഹനാണ്. 5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം സംവിധാനവും ക്യാമറയും നിർവഹിച്ചിരിക്കുന്നത് ഇരട്ടയാർ സ്വദേശിയായ സജിദാസ് മോഹനാണ്. വ്യത്യസ്തമായ ആശയങ്ങളിലൂന്നിയുള്ള നിരവധി പരസ്യചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. ജലവിഭവ വകുപ്പിന്റെ പിന്തുണയോടുകൂടി പുറത്തിറങ്ങിയിരിക്കുന്ന ചിത്രം സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കും. ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയെപ്പറ്റി കുട്ടികൾ അവബോധം വളർത്തുകയും അമൂല്യമായ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഒപ്പം നടത്തും. കുടിവെള്ളം ലഭിക്കാതെ വൃദ്ധനായ ഒരാൾക്ക് ഒരു ദിവസം അനുഭവിക്കേണ്ടി വരുന്ന വൈകാരിക മുഹൂർത്തങ്ങളും അനുഭവങ്ങളുമാണ് ചിത്രം പറയുന്നത്. ഇന്ത്യയിൽ ഉടനീളമുള്ള വിവിധ നേച്ചർ ഫിലിം ഫെസ്റ്റിവലുകളിലേക്ക് ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ തോയം എൻട്രി നേടിക്കഴിഞ്ഞു. ജോസ് പുരയിടമാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബിജു നമ്പിക്കലിന്റേതാണ് കഥ. ശുദ്ധജല സ്രോതസ്സുകളിലൊക്കെ തന്നെയും മനുഷ്യന്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റം മൂലം 70% നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവശേഷിക്കുന്നവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ഈ ഫിലിം ചിന്തിപ്പിക്കുന്നു.